രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ലാലേട്ടൻ നായകനെടുത്തി എമ്പുരാന്റെ അഴിഞ്ഞാട്ടം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാമത് ലാലേട്ടൻ നായകനെടുത്തി എമ്പുരാൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ രണ്ടാം ഞായറാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ നായകനാക്കി ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. രണ്ടാം ഭാഗത്തിൽ ആദ്യ ദിനങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ രണ്ടാം ഞായറാഴ്ച കാര്യങ്ങൾ തകിടം പറയുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ ബുക്ക് മൈ ഷോയിലെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യ 10 ദിവസം പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 75,88,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ഞായറാഴ്ച ഇന്ന് 80 കോടി പിന്നീട് ഉറപ്പിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 4 കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ മുതൽ നാഴികക്കല്ലായിട്ട് ലാലേട്ടൻ നായകനെടുത്ത് എമ്പുരാൻ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 5 കോടി രൂപ മുകളിൽ സ്വന്തമാക്കി 250 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് ഉറപ്പിച്ച ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.